ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ നമ്മൾ എന്താ പറയുക ഭയങ്കര കൂടുതലായിട്ടും ശ്രദ്ധിക്കണം കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ്. Don't leave, you are the next. He's from other country. പോസ് ചെയ്യാൻ പറ്റും. Hi everyone. ഹായ് വിങ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നസീറുട്ടി. ഇന്ന് ഞങ്ങൾ മാലദ്വീപ്സിലെ ഫേസ് 2 നിന്ന് ഫെറി ടെർമിനലുണ്ട്. ഫേസ് 1 പോയിട്ട് അവിടെ നിന്നൊരു ഫെറി ടെർമിനലിലേക്ക് പോകാൻ പോവാണ്. നമ്മളിവിടെ ഒരു സെൻട്രൽ പാർക്കിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഈ പാർക്ക് ക്രോസ് ചെയ്താൽ പെരിയയുടെ അവിടെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബസ് ഇവിടെ ഇറങ്ങിയേക്കാണ്. ഹലോ എവ്രിവൺ, ഞാൻ നജ്മ നസീർ. ഇവിടെ മാലദ്വീപ്സിൽ ടീച്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഹുലുമാലെ ഫേസ് 2 തന്നെയുള്ള ഒരു സ്കൂളിലേക്കാണ്. ഇതൊരു പുതിയ സ്കൂളാണ്, ഷഹീദ് അലി സ്കൂൾ എന്ന് പറയും. സോ ഫാർ സോ ഗുഡ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് വന്നത് എനിക്ക് നല്ലൊരു ഭംഗിയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഐലൻഡിലായിരിക്കും കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. ബട്ട് കിട്ടിയിരിക്കുന്നത് ഒരു സിറ്റി ആയിട്ടുള്ള ഹുലുമാലെ ഫേസ് 2 ആണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. നമുക്കിത് വരും വഴിക്ക് എങ്ങനെയാണ്, ഇത് നല്ലതാണോ അല്ലെങ്കിൽ നമുക്കിത് അൺഫോർച്ചുനേറ്റ് ആണോ എന്നുള്ളത് വരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ എന്താ പറയുക, എനിക്കിതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. എക്സ്പെൻസീവ് ആണ്, അത് നമുക്കത് റിക്കവർ ചെയ്യണം. അത് അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ഫോർ അസ്. അതർ ദാൻ ദാറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ്. എല്ലാം അവൈലബിലിറ്റി ഇവിടെയുണ്ട്. ഫാമിലീനെ കൊണ്ടുവരണമെങ്കിലും നമുക്ക് കുറച്ച് ഏൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇവർ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്, ലൈക്ക് കാംബ്രിഡ്ജ് സിലബസാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. സോ ആസ് ഐ സെഡ്, സോ ഫാർ സോ ഗുഡ്. താങ്ക് യു. ഹായ് എവ്രി വൺ, ഐ എം നിഹാര കൃഷ്ണ. ഞാനിവിടെ നജ്മ മാമിൻ്റെ സെയിം സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. ഒരു 2 to 3 days ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. ആൻഡ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ദിവസം വെച്ചിട്ട്. അപ്പം ഇവിടെ ടൗൺഷിപ്പിലായതുകൊണ്ട് തന്നെ റെൻറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണെന്നുള്ളതൊഴികെ ബാക്കി നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഞാനും ഒരു ഐലൻഡ് ലൈഫ് പ്രതീക്ഷിച്ചിട്ട് വന്നത്. ഐലൻഡ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ലോൺലി ലൈഫ് ആയിരിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരുപാട് ഹയർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. സോ സാറ്റിസ്ഫൈഡ്. അപ്പം ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ദിവസം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയില്ല, നല്ലത് തന്നെ ഉണ്ടാവട്ടെ. ഞാൻ ഇവിടെ ഹുലുമാലെ ഫേസ് 1 ഹുറവി സ്കൂളിലെ കെമിസ്ട്രി ടീച്ചറായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഐലൻഡ് പ്രതീക്ഷിച്ചാണ് വന്നത്. ഹുലുമാല കിട്ടും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല.
വന്ന ടൈമിൽ അക്കോമഡേഷൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു, കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് എന്താ പറയുന്നത്, ഞങ്ങൾ ഇതിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് അക്കോമഡേഷൻ കുറച്ച് ഇത് പ്രശ്നമായിരുന്നു കണ്ടുപിടിക്കാൻ. പക്ഷേ ഇപ്പോൾ സെറ്റായി, എല്ലാം ഓക്കെയാണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്കൂളും എല്ലാം നമ്മുടെ എക്സ്പാർട്ട് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ നല്ല കോർഡിനേഷൻ, നല്ല ഇതായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്തു അക്കോമഡേഷൻ കണ്ടുപിടിക്കാനാണെങ്കിലും എല്ലാത്തിനൊക്കെ. അങ്ങനെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഓരോ ദിവസങ്ങളായിട്ട് കാണാം. ഹായ്, എൻ്റെ പേര് മിലാന. ഞാനിവിടെ ഷാഹിദ് അലി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇക്കണോമിക്സ് ടീച്ചറാണ്. 3.5 വർഷമായിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് മാൽദീവ്സ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇവിടെ 3.5 വർഷത്തെ കൊണ്ടൊരു ജീവിതം ഞാൻ പഠിച്ചു എന്ന് തന്നെ പറയാം. എല്ലാ വിധത്തിലും, സമ്പാദിക്കാനായാലും ജീവിക്കാനായാലും എല്ലാത്തിലും എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് മാൽദീവ്സ് തന്നെയാണ്. കരിയർ ഗ്രോത്ത് നമുക്ക് മാൽദീവ്സിൽ തന്നെ ഉണ്ടാവും. കാരണം പഠിപ്പിക്കുന്നത് IGSE സിലബസാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരു സിലബസ് മാത്രം, അതായത് ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ എക്കണോമിക്സ് ആണെങ്കിൽ എനിക്ക് ബിസിനസ്സും കൂടെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതിൽ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പക്ഷേ നമ്മൾ നേരിടേണ്ട ഒരു പ്രശ്നമുണ്ട് മാൽദീവ്സിൽ. കാരണം വർക്കേഴ്സിന് റെമിറ്റൻസ് അയക്കേണ്ടത് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണെങ്കിലും ഇവിടെ ഭയങ്കര ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ നമ്മൾ എന്താ പറയുക, ഭയങ്കര കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. കുട്ടികളോട് സംസാരിക്കുമ്പോഴായാലും ടീച്ചിങ് ആയാലും നമ്മൾ ഷൗട്ട് ചെയ്യാനൊന്നും പാടില്ല. പിന്നെന്താ പറയുക, കൂടുതലായിട്ടും ഫിസിക്കൽ ടച്ച് ഒന്നും പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. അവരോട് ഭയങ്കര സൗമ്യമായ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അവർ പഠിക്കണില്ലെങ്കിൽ തന്നെ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് ഷൗട്ട് ചെയ്തൊന്നും പഠിപ്പിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു ബാഡ് വേർഡ്സും നമുക്ക് അവരുടെ മുന്നിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഇൻ കേസ് നമ്മളൊന്ന് ഷട്ടപ്പ് എന്ന് പോലും അവരോട് പറയാൻ പാടില്ല. ശരിക്കും അതുപോലും നമ്മളൊരു സൗമ്യമായ ഭാഷയിൽ വേണം ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പേരെന്താ? അനിറ്റ. അനിറ്റ എവിടുന്നാണ്? ഞാൻ എറണാകുളത്തോടെ? പിറവം. ഇവിടെ എന്താ ഏട്ടാ? ഇവിടെ സയൻസ് ടീച്ചർ. എത്ര വർഷമായി? ഞാൻ 1 മാസമായിട്ടുള്ളൂ. 1 മാസമായിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്കുള്ളത്? ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പഠിച്ചു വരും. ഇനി അവരെ കാണിച്ചാൽ മതി, അവർക്ക് സംസാരിക്കണം. ശരി. ഒരിഡോ ഇത് ഖത്തർ ബേസ്ഡ് കമ്പനിയാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കിംഗ് ഉള്ളത് ഇവർക്കാണെന്നാണ് പറയുന്നത്. പിന്നെ ദിരാവോ എന്ന് പറഞ്ഞിട്ട് വേറൊരു കണക്ഷനുണ്ട്. ഇതിവിടുത്തെ ഒരു വലിയൊരു പാർക്കാണ്. ഈ പാർക്ക് നമ്മൾ ക്രോസ് ചെയ്താൽ ഫെറി ടെർമിനലിലേക്ക് പോകും. നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഹുലുമാലയിലെ ഫെറി ടെർമിനലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് മാലയിലും ഇതുപോലെ തന്നെയുള്ള ഫെറി ടെർമിനലുണ്ട്. ഇവിടുന്ന് ഉല്ലാസ നൗകകളാണ് കൂടുതലും. അത് ടൂറിസ്റ്റുകൾക്ക് പല ദിക്കിലേക്കും പോകാനുള്ളത്, പല റിസോർട്ടിലേക്കും പോകാനുള്ള, അങ്ങനെ എല്ലാം കൊണ്ടുമുള്ള ക്രൂയിസ് ഷിപ്പുകളൊക്കെ അടങ്ങിയ വലിയൊരു ടെർമിനലാണിത്. Hello. Where are you from? I'm from Belgium. I'm a journalist. I work Journalist? I work in European institutions like the Parliament, NATO, European Commission. I'm a reporter from Brussels. And is this your first time in Maldives? Of course. Okay. Of course. So how do you feel about Maldives? It's very relaxing atmosphere. I think majority people come in here to see the green water. More than Yes. Aquamarine. Yeah. As a journalist, I'm asking. Okay. So if there is a war happening, so it is affecting all around the world. Yeah, of course. So what do you think about the crisis? In Iran, you mean, or For us. You know, of course, I'm against all the wars. Yeah. It's stupid. He wants to play. For him, it's a game. But in this game, a lot of people die for nothing. You started the war. You, who sent aircrafts, who started bombings, not Iranian government. You started the war. And the same situation in Russia, in Ukraine. Russia, This war is more than 4 years now. It's lasting. So, and a lot of people. I half Ukrainian. My mother was Ukrainian. So for me, it's a special pain. This war. It's also. I don't support any wars. Yeah. If shortly. Yeah. Thanks.
you. Thank you so much. Captain Arif. Captain Arif. Yes. Oh, you're from Mali. Maldivian. Mali. Yeah. Oh, Safari diving. Oh, this is safari diving. Yeah. Oh, safari. ഇതൊരു സഫാരി ബോട്ടാണ്. ഇത് ഡൈവിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സഫാരി ബോട്ടാണിത്. ഇവിടുന്ന് ആളുകൾക്ക് വിനോദസഞ്ചാരത്തിന് വരുന്നവർക്ക് ടൂറിസ്റ്റുകൾക്കും വിദേശികൾക്കും സ്വദേശികൾക്കുമൊക്കെ ട്രാവൽ ചെയ്യാനും ഓരോ ഐലൻഡിലേക്ക് എത്തിപ്പെടാനുമുള്ള ഒരുപാട് സ്പീഡ് ലോഞ്ചുകൾ ബോട്ടുകളുമുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുനിന്ന് വരുന്ന ഇവിടെ ആളുകളുമായിട്ട് അതായത് ടൂറിസ്റ്റുകളുമായിട്ട് വന്നിരിക്കുന്ന നിരവധി ഷിപ്പുകളും ഇവിടെ നമുക്ക് ഒരുമിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ നമുക്ക് കാണാം ചില സീ പ്ലെയിനുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും വളരെ എന്താ പറയുന്നത് സഹകരണ മനോഭാവമുള്ളവരാണ്. വിദേശികളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവർ ഈ യുദ്ധത്തിൻ്റെ ക്രൈസിസൊക്കെ ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് അത് ലോകത്തെവിടെയും അത് ബാധിച്ചിട്ടുണ്ടെന്നാണ്. അത് ഈ മേഖലയിലും ബാധിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും വരും കാലങ്ങളിൽ നമ്മൾ വരും ദിവസങ്ങളിൽ മാലിദ്വീപ്സിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്തായാലും നമ്മളിന്ന് വെയിൽ താഴുകയാണ്. അതുകൊണ്ട് ദൃശ്യങ്ങൾക്ക് ഭംഗി കുറയുമെന്നുള്ളതുകൊണ്ട് നമ്മൾ മാലിയിൽ നിന്ന് തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നസീർ കുട്ടിയോടൊപ്പം ആരൊക്കെയാണെന്ന് പറഞ്ഞ് നജ്മ നസീർ, ഫർസീന അഷ്റഫ്, Hara Krishna.